ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വീട്ടിൽ ചോറ് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് സൈഡായിട്ട് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എങ്ങനെ രുചികരമായിട്ട് നല്ലൊരു വെറൈറ്റി റൈസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. ഒരു 8-10 വെളുത്തുള്ളി അല്ലി എടുക്കാം. അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ 5 വെളുത്തുള്ളി അല്ലി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 8ഓളം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അതൊരു ഇടികല്ലിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിനോടൊപ്പം വേണ്ടത് കശ്മീരി ചില്ലി പൗഡറാണ്. നല്ല എരിവ് കുറവുള്ള മുളക് പൊടിയാണ്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മതിയാവും. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നിറയെ തന്നെ ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഇച്ചിരി കളർ കൊടുക്കും, എരിവ് നല്ലതുപോലെ കുറവായിട്ടുണ്ടാവും. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞ അളവിൽ വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. കൂടെ ഇനി വേണ്ടത് ഒരല്പം മാത്രം ഉപ്പും കൂടിയാണ്. നമ്മൾ ചോറിൽ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളതെങ്കിൽ അത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് ചതച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് സ്മൂത്തായിട്ട് നമുക്കൊന്ന് ചതഞ്ഞ് കിട്ടണം എന്നുള്ള ആവശ്യമില്ല. ചെറിയ രീതിക്കൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1-2 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കാം. ബട്ടറും നെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധാരണ കുക്കിംഗ് ഓയിലും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ട് ചേർക്കാവുന്നതാണ്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഫ്ലെയിം നന്നായിട്ട് ഇനി കുറച്ച് വെച്ചിട്ട് വേണം നമ്മളൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. കാരണം നമ്മുടെ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ പാടില്ല, അതിൻ്റെ പേരിലാണ്. ലൈറ്റായിട്ട് നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുളക് പൊടിയുടെയും വെളുത്തുള്ളി അല്ലിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ വന്ന് തുടങ്ങും കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ചൂടായിട്ട് നല്ല മൊരിഞ്ഞിട്ടുള്ള ആ ഒരു ഫ്ലേവർ വന്ന് തുടങ്ങും. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ചോറ് ചേർക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് ചോറ് ചേർക്കേണ്ട അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം മസാല കൂടുതലായിട്ട് വേണമോ അതിനനുസരിച്ചിട്ട് കുറച്ച് ചോറും കുറഞ്ഞ അളവിൽ മസാല മതിയെങ്കിൽ കൂടുതൽ അളവിൽ ചോറും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു 2 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചോറ് ചേർത്തിട്ടുള്ളത്. ചോറ് ചേർത്തിട്ടും ഫ്ലെയിം കൂട്ടേണ്ട ആവശ്യമില്ല. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാവുന്നതാണ്. ബസ്മതി റൈസോ ജീര റൈസോ കൈമ റൈസോ അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ ഏത് ചോറാണോ വെക്കുന്നത് ആ ചോറിൽ തന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. മസാല എല്ലാം ചേർത്ത് ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാസ്റ്റിൽ ചേർക്കേണ്ടത് ഒരല്പം മല്ലിയിലയാണ്. കൂടെ കുറച്ച് നാരങ്ങ നീരും കൂടി. നാരങ്ങ നീര് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് നല്ല ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു സൈഡ് ഡിഷും നമുക്ക് ഇതിൻ്റെ കൂടെ ആവശ്യമില്ല കേട്ടോ. അതായത് നമ്മൾ ഇതുപോലെ ചോറ് മാത്രമേ വീട്ടിലുള്ളൂ, പ്രത്യേകിച്ച് കറികളൊന്നും വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചടപടെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു വെറൈറ്റി റൈസാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും സൈഡായിട്ട് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തൈര് സാലഡ് കൂടെ എടുക്കാവുന്നതാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ വീട്ടിലൊരു ഗാർലിക് റൈസ് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.